ഭരതനാട്യം 2 മോഹിനിയാട്ടം ഒരു സൂപ്പർ ഡാർക്ക് കോമഡി ത്രില്ലർ എന്ന് വിളിക്കാം. ഫസ്റ്റ് ഭാഗത്തിനെക്കാട്ട് എന്തുകൊണ്ട് എല്ലാ കാറ്റഗറിയിലും മികച്ചു നിൽക്കുന്ന ഒരു രണ്ടാം ഭാഗം. ഇതിന്റെ ഫസ്റ്റ് ഭാഗം ചിലപ്പോൾ നിങ്ങളിൽ കുറെ പേര് കണ്ടിട്ടുണ്ടാവില്ല. കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ ടിവിയിലോ OTTയിലോ കണ്ടിട്ടുണ്ടാവും. ഭരതനാട്യം എന്ന് പറഞ്ഞിട്ട് 2024 ഇറങ്ങിയ സൈജു കുറുപ്പിന്റെ പടമായിരുന്നു. പക്ഷെ പല കാരണങ്ങളാൽ എനിക്കും തിയേറ്ററിൽ പോകാൻ അന്ന് സാധിച്ചിരുന്നില്ല. ഞാൻ OTT ഇറങ്ങിയിട്ട് കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അനുഭവമായിരുന്നു. തിയേറ്ററിൽ ഈ പടം ഫെയിലിയർ ആയിരുന്നു. പക്ഷെ ഈ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ OTTയിൽ കണ്ടിട്ട് വളരെയധികം അഭിപ്രായം വന്നപ്പോൾ സൈജു കുറുപ്പും ഈ പറഞ്ഞ ഇതിന്റെ റൈറ്ററും ഡയറക്ടറും ആയിട്ടുള്ള കൃഷ്ണദാസ് മുരളിയും പോയിട്ട് അവർക്ക് രണ്ടാം ഭാഗം എടുക്കണം എന്ന് പറഞ്ഞ് അവർ അനൗൺസ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുള്ള പടമാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. ആടിന്റെ ഒരു മാതൃക പിന്തുടർന്ന് ഈ പടത്തിന്റെ ടൈറ്റിൽ തന്നെ മിഥുൻ മാനുവലിനെ നന്ദിയൊക്കെ പറയുന്നുണ്ട്. കാരണം ആദ്യ ഭാഗം ഫെയിലിയർ ആയിട്ടും പിന്നീട് അഭിപ്രായം കിട്ടിയിട്ട് രണ്ടാം ഭാഗം എടുക്കാന്ന് പറയുന്ന വലിയൊരു ചലഞ്ച് എടുത്ത ആളാണല്ലോ മിഥുൻ മാനുവൽ. ആ ഒരു പാതയാണ് കൃഷ്ണദാസ് മുരളിയും സൈജു കുറുപ്പും ചെയ്യുന്നത്. സൈജു കുറുപ്പാണ് പ്രൊഡ്യൂസർ. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും എടുത്തു പറയുന്നത്. എന്ത് കൊണ്ട് ഫസ്റ്റ് ഭാഗം ഭരതനാട്യം ഫെയിലിയർ ആയി എന്നവർ മനസ്സിലാക്കി അതിനെ ഏതൊക്കെ തരത്തിൽ മികച്ചതാക്കാമെന്ന് അവർ ചിന്തിച്ച് വർക്ക് ചെയ്തെടുത്ത വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേയുടെ സഹായത്താൽ ഡാർക്ക് കോമഡിയുടെ പശ്ചാത്തലത്തിൽ വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള ഫൺ എലമെന്റുകളുള്ള ത്രിൽ എലമെന്റുകളുള്ള ഒരു സുപ്പീരിയർ സ്വീക്കൽ അല്ലെങ്കിൽ രണ്ടാം ഭാഗം എന്ന് വിളിക്കാവുന്ന ഒരു പടം തന്നെയാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. ഇതില് രണ്ട് കാര്യങ്ങളാണ് ഇതിനെ വളരെ മികച്ചതാക്കിയത്. ഒന്ന്, തിരക്കഥയുടെ ശക്തമായ വളരെ സ്ട്രോങ് സ്ക്രീൻ പ്ലേ. പിന്നെ ഇതിൽ ഈച്ച് ആൻഡ് എവ്രി വൺ ഷൈൻസ്. ഇതിൽ ആരും ഒരു എന്താ പറയാ വെറുതെ വരുന്ന ആൾക്കാരില്ല. ആദ്യത്തെ ഭാഗത്തില് ജസ്റ്റ് വെറുതെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഇതിലെ ഫാമിലിയിലത്തെ ചില മെമ്പേഴ്സ് എങ്കിൽ ഇതിലെ ഫാമിലിയിലത്തെ എല്ലാ മെമ്പേഴ്സിനും എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഷൈൻ ചെയ്യാനുണ്ട്. എല്ലാവർക്കും ചില ഡയലോഗുകൾ വരെ നമുക്ക് തന്നെ വെറുതെ റിമെമ്പറിംഗ് എന്നൊക്കെ പറയില്ലേ, അതുണ്ട്. കുറെ പെർഫോമൻസ് ഉണ്ട്. ഞാൻ കുറെ പേരെ ഇതിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും എടുത്തെടുത്ത് പറയുന്നില്ല. ഇതില് സൈജു കുറിപ്പിലേക്ക് വരുന്നതിന് മുന്നേ അതിലത്തെ ചെറിയ ചെറിയ റോൾ ചെയ്ത ആൾക്കാർ വെച്ചിട്ട് തുടങ്ങാം. ഇതില് സുരാജ് വെഞ്ഞാറമൂടിന്റെ വൈഫ് റോളിൽ വന്ന ഒരു നടിയുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശ്രീരേഖ എന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത പെണ്ണ് കേസിലും ഉണ്ടായിരുന്ന ഒരു റോളില്. ആ ശ്രീരേഖ എന്ന് പറഞ്ഞ ആ ആള് വരെ അത്യാവശ്യം ഇമ്പാക്ട്ഫുൾ ആയിട്ട് 2-3 സീനിലെ വരുന്നുള്ളെങ്കിൽ കൂടി ഇമ്പാക്ട്ഫുൾ ആണ്. പിന്നെ ഇതിൽ വിനയ് ഫോർട്ടും ജഗദീഷും ഒക്കെ ചെറിയ സപ്പോർട്ടിങ് റോളിലാണ് വരണമെങ്കിലും അവർക്കും എന്താ പറയാ ഷൈൻ ചെയ്യാനുള്ള റോളുകളുണ്ട്. ഇതില് വിനയ് ഫോർട്ടിന്റെ റോൾ എന്നൊക്കെ പറയണത് എന്താ പറയാ ഒരു പ്രേമത്തിലെ അല്ലെങ്കിൽ അങ്ങനത്തിലൊക്കെ ഒരു ടൈപ്പ് ആള് കഥാപാത്രത്തിനോട് സിമിലാരിറ്റി തോന്നുന്ന റോളാണെങ്കിലും പോലീസ് റോളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു ചെറിയ മാനറിസത്തിലും ഡിഫറൻസിലൊക്കെ വന്നിട്ടുണ്ട്. ജഗദീഷിന് സപ്പോർട്ടിങ് റോളായിട്ടാണ് പോവുക. പക്ഷെ ഒരു സീനിൽ ഒരു ഡയലോഗ് മൂപ്പര് തകർത്തുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിൽ പല ആളുകൾക്കും ബേബി ജീൻ ഈ പറഞ്ഞ റാപ്പർ ആയിട്ട് ഇപ്പോ റീസെന്റ്ലി മറ്റേ ജിങ്കാനയിലും ഇതിലൊക്കെ ഉണ്ടായിരുന്നില്ലേ, അവനിതിലൊരു നാടൻ റോളില് ഒരു കൈൻഡ് ഓഫ് സൈക്കോ. ആദ്യത്തെ ഭാഗത്തില് സൈക്കോ ആയിട്ട് ഇവര് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അഭിരാം രാധാകൃഷ്ണന്റെ സുഭാഷ് ക്യാരക്ടറായിരുന്നു. ഈ സുഭാഷ് എന്ന പേരിൽ തന്നെയാണ് ഈ ബേബി ജീന്റെ കഥാപാത്രം ഇതിൽ വരുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു റൊമാൻസ് വരെ ഇതിലുണ്ട്. ഇതിൽ അഭിരാം രാധാകൃഷ്ണനെ സുഭാഷ് ഫസ്റ്റ് ഭാഗത്തിനെക്കാട്ടും വളരെ മികച്ച റോളാണ് അഭിരാം ചെയ്തു വെച്ചേക്കണത്. പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നന്ദു ഒക്കെ ആദ്യത്തെ പടത്തില് വെറുതെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് പോലെ ചെയ്യണമെങ്കിൽ ഇതിൽ ഷൈൻ ചെയ്യാനുണ്ട്. പിന്നെ സ്വാതിദാസ് മറ്റേ തല്ലുമാലയിലൊക്കെ ഉണ്ടായ ആളില്ലേ, ആദ്യത്തെ ഭാഗത്തിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇതില് ആളുടെ കഥാപാത്രത്തിന് ഒരു ഡെഫിൻ ചെയ്ത് ഒരു ആർക്കൊക്കെ കൊടുത്ത് ആർക്കിനൊരു കൃത്യമായിട്ടുള്ള ഒരു പ്രോഗ്രസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഷൈൻ ചെയ്യാനുള്ള രംഗങ്ങളും കൊടുത്തിട്ടുണ്ട് സ്വാതിദാസിന്. പിന്നെ ഇതില് കലാരഞ്ജിനി ഊർവശിയുടെ ആളായിട്ട് കലാരഞ്ജിനിക്ക് ഇതിൽ കലാരഞ്ജിനിയുടെ ആ ഹ്യൂമർ ആ സ്കില്ല് എവിടെയും പോയിട്ടില്ല. അത് നല്ല രീതിയിൽ തന്നെ കയ്യിലുണ്ടെന്ന് കലാരഞ്ജിനി തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ഇതില് ഞാൻ പറഞ്ഞില്ലേ ഇതില് സന്തോഷ്, പണ്ടത്തെ സന്തോഷ് മട 20 നൂറ്റാണ്ടിലൊക്കെ സന്തോഷിന്റെ കഥാപാത്രം കുറച്ചും കൂടി ഡയലോഗൊക്കെ കൊടുത്തിട്ട് സന്തോഷിന്റെ റോൾ വന്നിട്ടുണ്ട്. 2 പേരാണ് ഇതില്, 2 പേരല്ല മെയിനായിട്ട് ഇതില് 2 കൂടുതൽ ആൾക്കാരുണ്ട്. പക്ഷെ നമുക്കൊരു കിഡിലൻ ക്യാരക്ടർ ആർക്കെന്നൊക്കെ പറയുന്നത് സുരാജിന്റെയാണ്. കമ്പാരിറ്റീവ്ലി സീൻസ് കുറവാണ് പടത്തിന് മൊത്തത്തില്. പക്ഷെ ഒരു വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൺ എലമെന്റുകളുള്ള വില്ലൻ അത് ബാലൻസ് ചെയ്യാന്ന് പറയുന്നത് ഹെവി ടാസ്ക് ആണ്. അതിൽ സുരാജിന് 100-ൽ 100 മാർക്ക്. സൈജു കുറുപ്പ് ആസ് എ പ്രൊഡ്യൂസർ ഗ്രേറ്റ് വർക്ക്. ആസ് എൻ ആക്ടർ ഈ പടത്തിൽ വേണ്ട കാര്യം എന്ന് പറയുന്നത് മൂപ്പരുടെ ആ റോള് നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. അത് സൈജു കുറുപ്പ് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇതിൽ വേണ്ടത് സൈജു കുറുപ്പ് ആസ് എ പ്രൊഡ്യൂസർ, ആസ് എ കൃഷ്ണദാസ് ആസ് എ റൈറ്റർ ആൻഡ് ഡയറക്ടർ. ഇവരുടെ ഒരു മേക്കിംഗ് ക്വാളിറ്റി, നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി ഇതൊക്കെ കൊടുക്കാൻ സാധിച്ചു. ഈവൻ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ്, BGM, ഇലക്ട്രോണിക്കില് ഇപ്പൊ വാഴയിലൊക്കെ ട്രെൻഡായിട്ട് ഇലക്ട്രോണിക്കില് നല്ല രീതിയിൽ ഒരു എന്താ പറയാ സ്കോറും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓവറോൾ എന്താ പറയാ ഫസ്റ്റ് ഭാഗം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ഡാർക്ക് കോമഡി എലമെന്റ്സ് ഇതിലുണ്ട്. അത് ഫാമിലീസിന് എല്ലാവർക്കും വർക്കൗട്ട് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ കുറെ ചിരിക്കാനുള്ള രംഗങ്ങളുണ്ട്. ബോറടിക്കാനുള്ള ഒരു ചാൻസും ഞാൻ കാണുന്നില്ല. എനിക്ക് ബോറടിച്ചില്ല. നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഒരിക്കലും ഒരു ബോറിംഗ് പടമായിട്ട് നിങ്ങൾക്ക് തോന്നില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ കണ്ടു നോക്കുക. ഒരു 2.25 മണിക്കൂർ ഒരു ഡാർക്ക് കോമഡി ഫൺ സ്മാർട്ട് മൂവി നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോവുക. ഈ പടം തിയേറ്ററിൽ വിജയിപ്പിക്കണം. ഇപ്പൊ ഹിറ്റ് ആവേണ്ട പടമാണ്. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഈ പടത്തിലുണ്ട്. നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾ അഭിപ്രായം തന്നെയായാലും എന്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക.